കഥ നടക്കുന്നത് 1983 അമേരിക്കയിലെ ഒരു പാവം പട്ടണത്തിലാണ്. പക്ഷേ പട്ടണം പാവമാണെങ്കിലും അവിടെ നടക്കുന്നതൊക്കെ അല്പം വെറൈറ്റി കാര്യങ്ങളാണ്. ഒരു ഗവൺമെന്റ് ലാബിൽ വെച്ചാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ജീവനും കൊണ്ട് ഓടുകയാണ്. ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മുകളിൽ നിന്നൊരു സാധനം വന്ന് പുള്ളി അങ്ങ് പൊക്കുന്നു. സീൻ ഡാർക്ക്. അതേസമയം നമ്മുടെ നായകന്മാരായ മൈക്ക്, ബില്ല്, ഡസ്റ്റിൻ, ലൂക്കസ് ഈ 4 ചങ്ങാതിമാരും കൂടി മൈക്കിന്റെ വീടിന്റെ താഴെ ഇരുന്ന് ഒരു ഗെയിം കളിക്കുകയാണ്. 10-12 മണിക്കൂറൊക്കെയാണ് ഇവന്മാർ കളിക്കുന്നത്. ഒടുവിൽ കളി കഴിഞ്ഞ് വിൽ തന്നെ സൈക്കിളിൽ വീട്ടിലേക്ക് വിടുന്നു. പോകുന്ന വഴിയിൽ റോഡിൽ ഒരാൾ നിൽക്കുന്നു. പേടിച്ചുപോയി വീട്ടിലേക്ക് ഓടിക്കേറിയെങ്കിലും അവിടെ വെച്ച് ആ സാധനം വില്ലിനെ അങ്ങ് അടിച്ചു വരുന്നു. വിൽ ഔട്ട്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വില്ലിനെ കാണാനില്ല. വില്ലിന്റെ അമ്മ ജോയിസ് ആകെ ഷോക്കിലായി. പോലീസിനെ വിളിക്കുന്നു. പോലീസ് ചീഫ് ഹോപ്പർ ആണെങ്കിൽ രാവിലെ തന്നെ നല്ല മൂഡിലല്ല. അവൻ അച്ഛന്റെ വീട്ടിൽ പോയതായിരിക്കും, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിലും സംഗതി സീരിയസ് ആണെന്ന് പുള്ളിക്ക് ഉടനെ പിടികിട്ടുന്നു. ഈ സമയത്താണ് കടയിൽ ഭക്ഷണം മോഷ്ടിക്കാൻ ഒരു പെൺകുട്ടി വരുന്നത്. തലയൊക്കെ മുട്ടയടിച്ച് ഒരു വിചിത്രമായ ഡ്രസ്സൊക്കെ ഇട്ടൊരു കുട്ടി. അവളുടെ കയ്യിൽ 011 എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവളെ 11 എന്ന് വിളിക്കും. അവൾക്ക് ചുമ്മാ നോക്കിയാൽ ഫാൻ കറക്കാനും ലൈറ്റ് അണയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സൈക്കോ പവർ ഉണ്ട്. തങ്ങളുടെ ചങ്ങാതിയെ വിട്ടുകൊടുക്കാൻ മൈക്കും കൂട്ടുകാരും തയ്യാറല്ല. വീട്ടുകാർ അറിയാതെ രാത്രി അവർ ടോർച്ചും എടുത്ത് കാട്ടിലേക്ക് ഇറങ്ങുന്നു. മഴയത്തെ കാട്ടിൽ വില്ലിനെ തിരയുമ്പോൾ അവർക്ക് വില്ലിനെ കിട്ടുന്നില്ല. പകരം ആരെ കിട്ടുന്നു? നമ്മുടെ 11. അവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ്. വില്ലിന് എന്ത് സംഭവിച്ചു, 11 ആരാണ്, അതൊക്കെ അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണണം. നമ്മളെ വില്ലിനെ കാണാതായതോടെ നാട് മുഴുവൻ പരിഭ്രാന്തിയിലാണല്ലോ. അപ്പോഴാണ് മൈക്കിനും കൂട്ടുകാർക്ക് ആ വിചിത്രമായ പെൺകുട്ടി 11 കാട്ടിൽ നിന്ന് കിട്ടുന്നത്. അവിടെ നിന്നാണ് ഈ പാർട്ട് തുടങ്ങുന്നത്. ആർക്കും പിടികൊടുക്കാതെ മൈക്ക് 11 സ്വന്തം വീട്ടിലെ ബേസ്മെന്റ് ഒളിപ്പിച്ച് താമസിക്കുകയാണ്. അവൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും പ്രത്യേകിച്ച് ആ വേഫിൾസ് ഒക്കെ നൽകി അവൻ അവളെ നോക്കുന്നു. വീട്ടുകാർ കാണാതെ അവളെ ഒളിപ്പിക്കുന്നത് ശരിക്കും ഒരു സാഹസികത തന്നെയാണ്. 11 വരുമ്പോൾ ഒരു പാവം കുട്ടിയാണെന്ന് മൈക്കിന്റെ കൂട്ടുകാരായ ലൂക്കസിനും ഡസ്റ്റിനും വൈകാതെ മനസ്സിലാകുന്നു. അവൾക്ക് അസാധാരണമായ കഴിവുകളുണ്ട്. കൈകൊണ്ട് പോലും തൊടാത്ത സാധനങ്ങൾ നീക്കാനും വാതിലുകൾ അടയ്ക്കാനും അവൾക്ക് കഴിയും. ഇത് കണ്ട് പിള്ളേർ ശരിക്കും അമ്പരന്ന് പോകുന്നുണ്ട്. പുറത്ത് വില്ലിന്റെ അമ്മ ജോയ്സ് ആകെ തകർന്നിരിക്കുകയാണ്. പക്ഷേ അവർക്കൊരു കാര്യം ഉറപ്പാണ്, വില്ല് എവിടെയോ ഉണ്ട്. ഭിത്തിയിലെ ലൈറ്റുകൾ മിന്നുന്നതിലൂടെ വില്ല് തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. നാട്ടുകാർക്ക് ഇത് ഭ്രാന്തായി തോന്നാമെങ്കിലും തന്റെ മകനെ കണ്ടെത്താൻ അവർ വീട് മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. വില്ലിനെ കൊണ്ടുപോയത് ഒരു സാധാരണ ശത്രുവല്ലെന്നും ഹോക്കിൻസ് ലാബിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നുണ്ടെന്നും പതുക്കെ വ്യക്തമാകുന്നു. ഇതിനിടയിലാണ് നാൻസിയുടെ കൂട്ടുകാരി ബാർബിനെയും കാണാതാകുന്നത്. ആ ഭീകരജീവിയുടെ സാന്നിധ്യം എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാനം നമ്മൾ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. പുഴയിൽ നിന്ന് വില്ലിന്റേത് എന്ന് തോന്നിക്കുന്ന ഒരു മൃതദേഹം കണ്ടെത്തുന്നു. നാട് മുഴുവൻ അത് വില്ലാണെന്ന് കരുതി കരയുമ്പോഴും 11ന്റെ സഹായത്തോടെ മൈക്കിന് മനസ്സിലാകുന്നു വില്ല് എവിടെയോ കുടുങ്ങി കിടക്കുകയാണെന്ന്. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് വലിയൊരു ചോദ്യചിഹ്നത്തോടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ബാർബറ ബോധം തെളിയുമ്പോൾ താൻ മറ്റൊരു ലോകത്താണെന്നത് അപ്സൈഡ് ഡൗണിലാണെന്ന് തിരിച്ചറിയുന്നു. വിചിത്രമായ കറുത്ത വേരുകൾ പടർന്നു കിടക്കുന്ന വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളിനുള്ളിലായിരുന്നു അവൾ. അവിടെയുള്ള ഒരു ഭീകരജീവി അവളെ ആക്രമിക്കാൻ വരികയും ബാർബറ പൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആ ജീവി അവളെ സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. വിൽ തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ജോയ്സ് വിശ്വസിക്കുന്നു. വീടിനുള്ളിലെ ലൈറ്റുകൾ മിന്നുന്നത് വില്ലിന്റെ സാന്നിധ്യമാണെന്ന് അവൾ ജോണിനെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അത് വിശ്വസിക്കുന്നില്ല. ജോയ്സ് വീട് മുഴുവൻ ക്രിസ്മസ് ലൈറ്റുകൾ കൊണ്ട് നിറയ്ക്കുകയും ചുവരിൽ ഇംഗ്ലീഷ് അക്ഷരമാല അല്ലെങ്കിൽ ആൽഫബറ്റ്സ് എഴുതി വെച്ച് വില്ലിനോട് സംവദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വിൽ ലൈറ്റുകൾ മിന്നിച്ചുകൊണ്ട് താൻ അവിടെ ഉണ്ടെന്നും എന്നാൽ അപകടത്തിലാണെന്നും റൺ എന്ന അമ്മയ്ക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. ചുവരിൽ നിന്ന് ഒരു വിചിത്ര ജീവി പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് കണ്ട് ജോയ്സ് ഭയന്നു ഓടുന്നു. ലബോറട്ടറിക്കുള്ളിൽ വില്ലിനെ കാണാതായി രാത്രിയിൽ മഴ പെയ്യുന്ന ദൃശ്യങ്ങൾ CCTVയിൽ ഇല്ലാത്തത് ഹോപ്പറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെയുള്ളവർ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് അയാൾക്ക് ഉറപ്പാകുന്നു. ലബോറട്ടറിയെ കുറിച്ചുള്ള പഴയ രേഖകൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനിൽ നടത്തുന്ന പരീക്ഷണങ്ങളെ കുറിച്ചും കുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള കേസുകൾ അയാൾ കണ്ടെത്തുന്നു. മൈക്കിന്റെ വീട്ടിൽ വെച്ച് 11 തന്റെ പഴയകാലം ഓർക്കുന്നു. ഡോക്ടർ ബ്രണർ തന്റെ മാനസിക ശക്തിയിൽ മൈൻഡ് പവർ ഉപയോഗിച്ച് ഒരു പൂച്ചയെ കൊല്ലാൻ പറഞ്ഞതും അത് ചെയ്യാത്തതിന് തന്നെ ഇരുട്ടുമൊഴിയിലേക്ക് അടച്ചതും 11 ഓർക്കുന്നു. ഗാർഡ്സിനെ തന്റെ ശക്തി ഉപയോഗിച്ച് 11 വധിച്ചതും ഓർമ്മകളിൽ തെളിയുന്നു. എപ്പിസോഡിന്റെ അവസാനം ഹോപ്പറും സംഘവും ഒരു പാറമടയിലെ വെള്ളത്തിൽ നിന്ന് വില്ലിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. ഇത് കണ്ട മൈക്കും കൂട്ടുകാരും തകർന്നു പോകുന്നു. 11 പറഞ്ഞത് കള്ളമാണെന്ന് കരുതി മൈക്ക് അവളോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ വില്ലിന്റെ ശരീരം അവിടെ കണ്ടെത്തിയെങ്കിൽ ജോയ്സിനോട് സംസാരിച്ചത് ആരാണെന്ന ചോദ്യം സസ്പെൻസായി അവശേഷിക്കുന്നു. വില്ലിന്റെ മൃതദേഹം കണ്ടെത്തുന്ന വാർത്തയറിഞ്ഞ് നഗരം മുഴുവൻ സങ്കടത്തിലാണ്. എന്നാൽ ജോയ്സ് വില്ലിന്റെ അമ്മ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ലൈറ്റുകളിലൂടെ വിൽ തന്നോട് സംസാരിച്ചു എന്നും അവൻ എവിടെയോ ജീവനോടെ ഉണ്ടെന്നും ജോയ്സ് ഉറപ്പിച്ച് പറയുന്നു. മോർച്ചറിയിൽ പോയി മൃതദേഹം കാണുമ്പോൾ അത് തന്റെ മകനല്ലെന്ന് അവൾ ഹോപ്പറിനോട് തറപ്പിച്ച് പറയുന്നു. വിൽ മരിച്ചു എന്ന് കരുതി മൈക്ക് വലിയ സങ്കടത്തിലാണ്. എന്നാൽ 11 തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു റേഡിയോയിലൂടെ വില്ലിന്റെ ശബ്ദം മൈക്കിനെ കേൾപ്പിക്കുന്നു. വിൽ പേടിച്ച് കരയുന്നതും അമ്മയെ വിളിക്കുന്നതും മൈക്ക് കേൾക്കുന്നു. ഇതോടെ വില്ല് എവിടെയോ കുടുങ്ങി കിടക്കുകയാണെന്ന് മൈക്കിന് കൂട്ടുകാർക്ക് മനസ്സിലാകുന്നു. ജോയ്സ് പറഞ്ഞ കാര്യങ്ങൾ ഹോപ്പറിനെ ചിന്തിപ്പിക്കുന്നു. അയാൾ രഹസ്യമായി മോർച്ചറിയിൽ അതിക്രമിച്ചു കയറി വില്ലിന്റെ മൃതദേഹം പരിശോധിക്കുന്നു. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം അയാൾ തിരിച്ചറിഞ്ഞത്. ആ മൃതദേഹം വെറും ഒരു ഡമ്മി അല്ലെങ്കിൽ ഫേക്ക് ബോഡി ആയിരുന്നു. ആരോ വില്ലിന്റെ മരണം കെട്ടിച്ചമച്ചതാണെന്ന് ഹോപ്പറിന് ബോധ്യപ്പെട്ടു. ബാർബറയെ കാണാതായതിൽ നാൻസിക്ക് വലിയ ആശങ്കയുണ്ട്. ജോണതൻ എടുത്ത ഫോട്ടോയിൽ ബാർബറയുടെ പിന്നിലായ ഒരു വിചിത്രമായ രൂപം അവൾ ശ്രദ്ധിക്കപ്പെട്ടു. അവളും ജോണതനും ചേർന്ന് ബാർബറയെയും വില്ലിനെയും തട്ടിക്കൊണ്ടുപോയത് ആ ഭീകരജീവിയാണോ എന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. മറുഭാഗത്ത് ലബോറട്ടറിയിലെ ഡോക്ടർ ബ്രണർ ഒരു ഗാർഡിനെ സംരക്ഷണ കവചങ്ങളോടെ വിചിത്ര ലോകത്തിലെ അപ്സൈഡ് ഡൗണിലേക്ക് അയക്കുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ കൊല്ലപ്പെടുകയും അയാൾ ബന്ധിച്ചിരുന്ന കയർ രക്തത്തിൽ കുതിർന്ന് തിരിച്ചു വരികയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വില്ലിന്റെ മരണം ഒരു നാടകമാണെന്നും
എന്നും അവൻ മറ്റൊരു ലോകത്ത് കുടികിടക്കുകയാണെന്നും ഹോപ്പറും മൈക്കും തിരിച്ചറിയുന്ന വില്ലിന്റെ നിർണായകമായ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലിന്റെ മൃതദേഹം ഒരു പാവയാണെന്ന് ഹോപ്പർ കണ്ടെത്തിയിരുന്നു. ഈ എപ്പിസോഡിൽ ഹോപ്പർ നേരെ ലബോറട്ടറിയിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അവിടെയുള്ള വിചിത്രമായ പദാർത്ഥങ്ങളും ചുവരിലെ വിള്ളലും അയാൾ കാണുന്നു. എന്നാൽ ലബോറട്ടറിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ പിടികൂടുകയും ബോധം കെടുത്തി വീട്ടിലാക്കുകയും ചെയ്യുന്നു. ഉണർന്നു നോക്കുമ്പോൾ തന്റെ വീട്ടിൽ ആരെങ്കിലും മൈക്രോഫോണോ മറ്റോ വച്ചിട്ടുണ്ടോ എന്ന് ഹോപ്പർ സംശയിക്കുന്നു. നഗരത്തിൽ വില്ലിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന മൈക്കിനും കൂട്ടുകാർക്കും വില്ലിന്റെ ശബ്ദം റേഡിയോയിലൂടെ കേട്ടതുകൊണ്ട് അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാണ്. അവൻ എവിടെയാണെന്ന് കണ്ടെത്താൻ അവർ ഇലവന്റെ സഹായം തേടുന്നു. വില്ലിനെ കണ്ടെത്താൻ കുട്ടികൾ അവരുടെ സയൻസ് ടീച്ചറായ മിസ്റ്റർ ക്ലാർക്കിനോട് മറ്റ് ഡയമെൻഷൻസിനെ കുറിച്ച് ചോദിക്കുന്നു. ഒരു ഇലയും അതിലൂടെ നടക്കുന്ന ഒരു ഈച്ചയുടെയും അല്ലെങ്കിൽ ദ ഫ്ലീ ആൻഡ് ദ അക്രോബാറ്റ് ഉദാഹരണത്തിലൂടെയാണ് അദ്ദേഹം അത് വിവരിച്ചു കൊടുക്കുന്നത്. മറ്റൊരു ലോകത്തേക്ക് കടക്കാൻ വലിയൊരു ഊർജ്ജം ആവശ്യമാണെന്നും അത് മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. മിസ്റ്റർ ക്ലാർക്ക് പറഞ്ഞതനുസരിച്ച് കോമ്പസിന്റെ സൂചി തെറ്റായ ദിശ കാണിക്കുന്നത് എവിടെയാണോ അവിടെയായിരിക്കും ആ വിചിത്ര ലോകത്തേക്കുള്ള വാതിലെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. അവർ കോമ്പസുമായി ലബോറട്ടറി ലക്ഷ്യമാക്കി നടക്കുന്നു. എന്നാൽ ഇലവൻ ആ വഴിയിലേക്ക് പോകാൻ ഭയപ്പെടുന്നു. അവൾ തന്റെ ശക്തി ഉപയോഗിച്ച് കോമ്പസിന്റെ ദിശ മാറ്റാൻ ശ്രമിക്കുന്നത് ലൂക്കസ് കണ്ടെത്തുകയും ഇത് കുട്ടികൾക്കിടയിൽ വലിയൊരു വഴക്കിന് കാരണമാവുകയും ചെയ്യുന്നു. മറുഭാഗത്ത് വില്ലിനെ ടാർഗറ്റ് ചെയ്യുന്ന ആ ജീവിയെ കണ്ടെത്താൻ നാൻസിയും ജോണതനും തോക്കുമായി കാട്ടിലേക്ക് പോകുന്നു. അന്വേഷണത്തിനിടയിൽ മുറിവേറ്റ ഒരു മാനിനെ അവർ കാണുന്നു. പെട്ടെന്ന് ആ മാൻ അപ്രത്യക്ഷമാവുകയും ഒരു മരത്തിന്റെ ചൂടിലെ വിള്ളലിലൂടെ നാൻസി അപ്സൈഡ് ഡൗൺ ലോകത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൾ ആ ഭീകര ജീവിയെ നേരിട്ട് കാണുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായി നാൻസി കാട്ടിലെ ഒരു മരത്തിന്റെ പൊത്തിലൂടെ അപ്സൈഡ് ഡൗൺ എന്ന സമാന്തര ലോകത്തേക്ക് എത്തിപ്പെടുന്നു. അവിടെ വെച്ച് അവൾ ആ ഡെമോഗോഗനെ കാണുകയും അതൊരു മൃഗത്തെ തിന്നാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നാൻസി പേടിച്ച് ശബ്ദമുണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഡെമോഗോഗൻ അവൾ ശ്രദ്ധിക്കുന്നത്. ഭാഗ്യവശാൽ മറുവശത്തുണ്ടായിരുന്ന ജോണതൻ അവളെ വിളിക്കുകയും നാൻസി ആ പൊത്തിലൂടെ സുരക്ഷിതമായി പുറത്തെത്തുകയും ചെയ്യുന്നു. ഈ സംഭവത്തിന് ശേഷം ജോണതൻ നാൻസിയെ കൂടുതൽ അടുക്കുന്നു. ചീഫ് ഹോപ്പറും ജോയ്സും ചേർന്ന് ടെറി ഈവ്സ് എന്ന സ്ത്രീയെ കാണാൻ പോകുന്നു. ഇലവനെ പോലെ മാന്ത്രിക ശക്തിയുള്ള കുട്ടികളെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു അവർ. തന്റെ മകൾ ജെയിനിനെ ജനിച്ച ഉടനെ ലാബിലെ ഡോക്ടർമാരെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ടെറി അവരോട് പറയുന്നത്. ആ ജെയിൻ തന്നെയാണ് നമ്മൾ കാണുന്ന ഇലവൻ എന്ന് ഹോപ്പർക്ക് മനസ്സിലാകുന്നു. മുമ്പ് മൈക്കിനോട് ലൂക്കസിനോട് പിണങ്ങിപ്പോയ ഇലവൻ നഗരത്തിൽ അലഞ്ഞു തിരിയുകയാണ്. അവൾ വിഷപ്പടക്കാൻ ഒരു കടയിൽ നിന്ന് വാഫിൾസ് മോഷ്ടിക്കുന്നു. ഇതിനിടയിൽ സ്കൂളിലെ ചില ഗുണ്ടകൾ മൈക്കിനെയും ഡസ്റ്റിനെയും കാട്ടിൽ വെച്ച് ആക്രമിക്കുന്നു. മൈക്കിനെ അവർ ഒരു കൊക്കയിലേക്ക് ചാടാൻ ഭീഷണിപ്പെടുത്തുന്നു. മൈക്ക് താഴേക്ക് ചാടുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് അവിടെ എത്തുന്ന ഇലവൻ തന്റെ ശക്തി ഉപയോഗിച്ച് മൈക്കിന്റെ വായുവിൽ നിർത്തി രക്ഷിക്കുന്നു. തന്നെ വേദനിപ്പിച്ച ഗുണ്ടയുടെ കൈ അവൾ ഒടിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരോട് പിണങ്ങി ഒറ്റയ്ക്ക് അന്വേഷണം നടത്തിയ ലൂക്കസ് ലാബിലെ ആൾക്കാർ മൈക്കിന്റെ വീട് ലക്ഷ്യമാക്കി വരുന്നത് കാണുന്നു. അയാൾ ഉടൻ തന്നെ റേഡിയോ വഴി മൈക്കിനെ വിവരം അറിയിക്കുന്നു. ബാഡ് മെൻ ആർ കമ്മിങ് എന്ന മുന്നറിയിപ്പ് ലഭിക്കുന്നതോടെ കുട്ടികൾ അപകടം തിരിച്ചറിയുന്നു. എപ്പിസോഡിന്റെ അവസാനം ഡോക്ടർ ബ്രൈനും സംഘവും മൈക്കിന്റെ വീട് വളയുന്നു. കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോടെ ഉദ്വേഗജനകമായ രീതിയിൽ എപ്പിസോഡ് അവസാനിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികൾ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലൂക്കസ് തന്റെ വോക്കി ടോക്കിയിലൂടെ മൈക്കിനും ഡസ്റ്റിനും കോൺടാക്ട് ചെയ്ത് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഹോക്കിൻസ് ലാബിലെ ആ ദുഷ്ടമറളിൽ ഡോക്ടർ ബെന്നറും കൂട്ടരും നിങ്ങളെ പിടിക്കാൻ വരുന്നുണ്ട്, വാനുകൾ നിങ്ങളുടെ വീടിനെ ലക്ഷ്യമാക്കി വരുന്നു എന്ന് പറയുകയാണ്. കുട്ടികൾ ഒട്ടും സമയം കളയാതെ ഇലവനെയും കൂട്ടി സൈക്കിളിൽ രക്ഷപ്പെടുന്നു. അവർക്ക് പിന്നാലെ ഗവൺമെന്റ് വാനുകൾ പാഞ്ഞു വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നും ഒരു വാൻ ഇവരെ ഇടിക്കാൻ വരുന്നു. പുറകിൽ വേറെ വാനുകളും. രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് തോന്നിയ ആ ക്രിട്ടിക്കൽ നിമിഷത്തിൽ ഇലവൻ തന്റെ മൈൻഡ് പവർ അല്ലെങ്കിൽ ടെലകൈനസിസ് ഉപയോഗിച്ച് മുന്നിൽ വന്ന വാനിനെ വായുവിൽ പൊക്കി തലകീഴായി മറിച്ചിടുകയാണ്. കുട്ടികൾ അവിടെ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ട ഒരു പഴയ ജങ്കിയാടിൽ ഒളിക്കുന്നു. അവിടെ വെച്ച് ലൂക്കസ് ഇലവനോട് ക്ഷമ പറയുകയും തങ്ങളിൽ ഒരാളാണെന്ന് പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് സ്റ്റേഷനിലുള്ള ചീഫ് ഹോപ്പറും വില്ലിന്റെ അമ്മ ജോയിസും നാൻസിയെയും ജോണതനെയും കൂട്ടി കുട്ടികളെ തിരഞ്ഞിറങ്ങുന്നു. ഹോപ്പർ അങ്ങനെ ജങ്കിയാടിൽ ഒളിച്ചിരിക്കുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് തന്റെ കാറിൽ കയറ്റി രക്ഷപ്പെടുന്നു. അങ്ങനെ ആദ്യമായി വില്ലിന്റെ വീട്ടിൽ വെച്ച് ഈ 3 ഗ്രൂപ്പുകൾ ഒത്തുകൂടുന്നു. മുതിർന്നവരായിട്ടുള്ള ഹോപ്പറും ജോയിസും ഈ ലാബിലെ രഹസ്യങ്ങളൊക്കെ അറിയുന്നവരാണ്. ആൻഡ് ടീനേജേഴ്സ് ആയിട്ടുള്ള നാൻസിയും ജോണതനും ഡെമോഗോഗൻ എന്ന ഭീകരജീവിയെ നേരിട്ടവരാണ് അവര്. പിന്നെ കുട്ടികളായിട്ടുള്ള മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ്, ഇലവൻ ആദ്യം മുതൽ ഇതിന്റെ പുറകിലുള്ളവരുമാണ്. അവർ പരസ്പരം തങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്സൈഡ് ഡൗൺ എന്ന സമാന്തര ലോകത്താണ് ഇവരിലുള്ളതെന്നും അവിടെ കടക്കാനുള്ള വഴി ലാബിലെ ബേസ്മെന്റിലാണെന്നും അവർ മനസ്സിലാക്കുന്നു. വില്ലിനെ രക്ഷിക്കണമെങ്കിൽ അവൻ അപ്സൈഡ് ഡൗണിൽ കൃത്യമായി എവിടെയാണെന്ന് അറിയാം. അതിനായി ഇലവന്റെ ടെലിപ്പതിക് പവർ കൂട്ടണം. ഇലവൻ പറയുന്നു തനിക്ക് മുമ്പ് ലാബിൽ ചെയ്തതുപോലെ ഒരു സെൻസറി ഡിപ്രവേഷൻ ടാങ്ക് വേണമെന്ന്. രാത്രി 10 മണിക്ക് ഡസ്റ്റിൻ തന്റെ സയൻസ് ടീച്ചറായ മിസ്റ്റർ ക്ലർക്കിനെ ഫോണിൽ വിളിച്ച് സംശയം ചോദിക്കുന്നു. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ വെച്ച് അവർ രാത്രിയിൽ സ്കൂളിലെ ജിംനേഷ്യത്തിൽ അതിക്രമിച്ചു കയറുന്നു. അവിടെയുള്ള ഒരു ചെറിയ നീന്തൽക്കുളത്തിൽ അല്ലെങ്കിൽ പാഡ്ലിംഗ് പൂളിൽ കൺകിടക്കുന്ന റോഡ് സാൾട്ട് കലക്കി വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂട്ടുന്നു. ഇലവന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി. വെള്ളത്തിൽ കിടന്ന ഇലവൻ തന്റെ ബോധം അപ്സൈഡ് ഡൗണിലേക്ക് തിരിച്ചുവിടുന്നു. പൂർണ്ണമായും ഇരുണ്ട ഭയപ്പെടുത്തുന്ന ആ ലോകത്ത് അവൾ ആദ്യം കാണുന്നത് നാൻസിയുടെ കൂട്ടുകാരി ബാർബിന്റെ ശരീരമാണ്. ബാർബ് ദാരുണമായി കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് ഇലവൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു. തുടർന്ന് അവൾ വില്ലിനെ തിരയുന്നു. വില്ലിന്റെ വീടിനടുത്തുള്ള കാട്ടിലെ അവന്റെ രഹസ്യ താവളമായ കാസിൽ ബേഴ്സിൽ ശാരീരികമായി വളരെ വീക്കായി
തണുത്ത് വിറച്ച് കിടക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ വില്ല് മരിക്കാറായി കിടക്കുകയാണ്. ഇലവനിലൂടെ അമ്മ ജോയ്സ് വില്ലിനോട് സംസാരിക്കുന്നു. മോനെ, അമ്മ വരുന്നുണ്ട്, ധൈര്യമായിരിക്കും. അപ്പോൾ വില്ല് വളരെ ദയനീയമായി പറയുന്നു, വേഗം വരണേ എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ ആ രാക്ഷസൻ അല്ലെങ്കിൽ ഡെമോഗോഗൻ വില്ലിന്റെ അടുത്തേക്ക് വരുന്ന ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് ഇലവന്റെ ആ കമ്മ്യൂണിക്കേഷൻ കട്ടാവുന്നു. വില്ല് എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഹോപ്പറും ജോയ്സും അവനെ രക്ഷിക്കാൻ വേണ്ടി നേരെ ഹോക്കിൻസ് ലാബിലേക്ക് തിരിക്കുന്നു. എന്നാൽ ലാബിന്റെ വേലി മുറിച്ച് അകത്ത് കടക്കാൻ ശ്രമിക്കുന്ന അവരെ ഗവൺമെന്റ് സെക്യൂരിറ്റി ഗാർഡുകൾ തോക്ക് ചൂണ്ടി വളയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ആൻഡ് ഇതിൽ വേറൊരു സൈഡ് സ്റ്റോറിയും കൂടെ ഉണ്ട്. നാൻസിയെ മോശമായി ചിത്രീകരിച്ച കൂട്ടുകാരെ തള്ളി പറഞ്ഞ സ്റ്റീവ് തന്റെ തെറ്റുകൾ തിരിച്ചറിയുന്ന ഒരു നല്ല മാറ്റവും ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ വില്ലിനെ രക്ഷിക്കാൻ പറ്റുമോ ഇലവൻ എന്ത് ചെയ്യുമെന്നുള്ള വമ്പൻ ക്ലൈമാക്സിലേക്കാണ് ഈ എപ്പിസോഡ് വഴി തുറക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഹോപ്പറും ജോയ്സും ലബോറട്ടറിയിൽ വെച്ച് പിടിയിലാവുന്നു. വില്ലിനെ കണ്ടെത്താൻ അപ്സൈഡ് ഡൗണിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ഹോപ്പർ ഡോക്ടർ ബ്രണറിനോട് ആവശ്യപ്പെടുന്നു. അതിനായി ഹോപ്പർ ഒരു വലിയ ഡീൽ വെക്കുന്നു. ഞാൻ ഇലവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞു തരാം, പകരം എന്നെയും ജോയ്സിനെയും വില്ലിനെ രക്ഷിക്കാൻ അപ്സൈഡ് ഡൗണിലേക്ക് വിടണം. ഡോക്ടർ ബ്രണർ ഇത് സമ്മതിക്കുന്നു. അങ്ങനെ ഹോപ്പറും ജോയ്സും പ്രത്യേക സുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ച് ഭയപ്പെടുത്തുന്ന ആ സമാന്തര ലോകത്തേക്ക് കടക്കുന്നു. മറുഭാഗത്ത് നാൻസിയും ജോണതനും ചേർന്ന് വില്ലിന്റെ വീട്ടിൽ ആ രാക്ഷസനെ കെണിയിലാക്കാൻ പ്ലാൻ ചെയ്യുന്നു. രാക്ഷസനെ ഉദ്ദേശിക്കുന്ന ഡെമോഗോഗനെയാണ്. അവർ തങ്ങളുടെ കൈകൾ മുറിച്ച് രക്തം വരുത്തി ആ മണം പിടിച്ച രാക്ഷസനെ അല്ലെങ്കിൽ ഡെമോഗോഗനെ ആകർഷിക്കാൻ നോക്കുന്നു. ഈ സമയത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടി സ്റ്റീവ് അവിടേക്ക് വരുന്നു. പെട്ടെന്ന് ലൈറ്റുകൾ മിന്നാൻ തുടങ്ങുകയും ഡെമോഗോഗൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ആദ്യം ഭയന്നു പോയെങ്കിലും ജോണതന്റെ ആണി തറച്ച ബാറ്റ് എടുത്ത് രാക്ഷസനെ അടിച്ചു വീഴ്ത്തുന്നു. ജോണതൻ അതിനെ ഒരു കെണിയിൽ വീഴ്ത്തിയിടുന്നു. എന്നാൽ പരിക്കേറ്റ ജീവി അവിടെ തന്നെ അപ്രത്യക്ഷമാവുകയാണ്. അതേസമയം അപ്സൈഡ് ഡൗണിൽ വെച്ച് ഹോപ്പറും ജോയ്സ് വില്ലിന്റെ താവളത്തിൽ എത്തുമ്പോഴേക്കും അവനെ ജീവി പിടിക്കുകയായിരുന്നു. വില്ലിന്റെ വായയിലൂടെയും തൊണ്ടയിലൂടെയും ഒരു വലിയ പാമ്പ് പോലെ സ്ലഗ് അല്ലെങ്കിൽ വൈൻ എന്ന് പറയും, അത് ആ ഒരു ജീവി ഇറങ്ങിയിരിക്കുന്നത് അവർ കാണുന്നു. ഹോപ്പർ ആ ജീവിയെ വലിച്ച് പുറത്തെടുക്കുകയും പിന്നെ കൃത്യമായി CPR നൽകുകയും ചെയ്യുന്നു. തന്റെ മരിച്ചുപോയ മകളെ ഓർമ്മിച്ചുകൊണ്ട് ഹോപ്പർ നടത്തുന്ന ആ ശ്രമത്തിനൊടുവിൽ വില്ല് ശ്വാസം എടുത്ത് ജീവനിലേക്ക് തിരിച്ചു വരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ്, ഇലവൻ സ്കൂളിലെ ജിമ്മിൽ ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ലാബിലെ ആളുകൾ അവിടെ എത്തി ഇലവനെ പിടിക്കാൻ നോക്കുന്നു. എന്നാൽ തന്റെ ശക്തി ഉപയോഗിച്ച് ഇലവൻ അവരിൽ പലരെയും വീഴ്ത്തുന്നു. പക്ഷേ രക്തത്തിന്റെ മണം അറിഞ്ഞ് ആ ഡെമോഗോഗൻ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അത് ഡോക്ടർ ബ്രണറിനെയും മറ്റ് ഗാർഡുകളെയും ആക്രമിക്കുന്നു. ആ തക്കത്തിന് കുട്ടികൾ ഒരു ക്ലാസ് റൂമിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ രാക്ഷസൻ ക്ലാസ് റൂമിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറുകയും ലൂക്കസ് തന്റെ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് കല്ലെറിയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഒടുവിൽ തന്റെ സുഹൃത്തുക്കൾ രക്ഷിക്കാൻ വേണ്ടി ഇലവൻ മുന്നോട്ട് വരുന്നു. മൈക്കിനോട് വിട പറഞ്ഞുകൊണ്ട് അവൾ തന്റെ സർവ്വശക്തിയും സംഭരിച്ച് രാക്ഷസനെ നേരെ പ്രയോഗിക്കുന്നു. ഒരു വലിയ വിസ്ഫോടനത്തോടെ ആ രാക്ഷസൻ ചാരമായി മാറുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇലവനും അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. ഇലവൻ നഷ്ടപ്പെട്ട സങ്കടത്തിൽ മൈക്കും കൂട്ടുകാരും കഴിയുന്നു. കഥ ഒരു മാസം മുന്നോട്ട് പോകുന്നു. ക്രിസ്മസ് സമയമാണ്. വിൽ പൂർണ്ണ ആരോഗ്യവാനായി സുഹൃത്തുക്കളോടൊപ്പം ഗെയിം കളിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. നാൻസി സ്റ്റീവിനൊപ്പം തന്നെയാണ്. എങ്കിലും അവർ ജോണ തന്നെ ഒരു പുതിയ ക്യാമറ സമ്മാനമായി നൽകുന്നു. സ്റ്റീവ് ഹോപ്പർ കാട്ടിലെ ഒരു രഹസ്യപ്പെട്ടി ഇലവൻ ഇഷ്ടപ്പെട്ട എഗ്ഗോ വാഫിൾസ് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇലവൻ എവിടെയോ ജീവനോടെ ഉണ്ടെന്ന് സൂചനയാണ്. ബിൽ ക്രിസ്മസ് ഡിന്നറിനിടയിൽ കൈ കഴുകാൻ ബാത്റൂമിലേക്ക് പോകുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ ചുമയ്ക്കുകയും അവന്റെ വായിൽ നിന്ന് അപ്സൈഡ് ഡൗണിലെ ഒരു ചെറിയ പുഴു അല്ലെങ്കിൽ ആ സ്ലഗ് ബേസിനിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഒരു നിമിഷം ആ ബാത്റൂം മുഴുവൻ വീണ്ടും അപ്സൈഡ് ഡൗൺ പോലെ ഇരുണ്ടതായി മാറുന്നു. ബിൽ പേടിയുടെ ചുറ്റും നോക്കുന്നതോടെ 1ാം സീസൺ അവസാനിക്കുന്നു. അപ്സൈഡ് ഡൗണിന്റെ സ്വാധീനം വില്ലിൽ നിന്നും പൂർണ്ണമായി മാറിയിട്ടില്ലെന്നും അടുത്ത സീസണിൽ വലിയൊരു അപകടം വരുന്നുണ്ടെന്നും കാണിച്ചാണ് ഈ ഭാഗം തീരുന്നത്.